ഹായ്, കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. കുറേ ആൾക്കാരെ വിളിക്കുന്നുണ്ട്, മെസ്സേജ് ചെയ്യുന്നുണ്ട്, വിളിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. എവിടെ പോയി, എന്ത് പറ്റി, കാണുന്നില്ലല്ലോ, പേജിൽ കണ്ടന്റുകളൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സ്നേഹമുണ്ട്. കാരണം നമ്മൾ കുറച്ച് ദിവസത്തേക്ക് കാണാതാവുന്ന സമയത്ത് ഇവിടെ പോയി എന്താ പറ്റിയെന്നൊക്കെ അന്വേഷിക്കാനൊക്കെ ആളുണ്ടാവുമെന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ഭാഗ്യമുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ എങ്ങും പോയില്ല കേട്ടോ, ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, റമദാൻ മാസമാണ്. അപ്പം നമ്മളെ കച്ചവടം എന്ന് പറയുന്നത് രാത്രിയിലാണ്, മഗ്‌രിബിന് ശേഷം ഒരു 7:15 മുതൽ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഒരു 10-12 മണി വരെ കച്ചവടം ഉണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു നോമ്പിൻ്റെ റൊട്ടീൻ എന്ന് പറയുന്നത് സംഭവിക്കുന്നത് രാവിലെ നമ്മൾ എണീച്ച് കഴിഞ്ഞാൽ ഐസ് വരാനുണ്ട്, അതുപോലെ കടയിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങണം, മാർക്കറ്റിൽ പോകണം, പിന്നെ അത് കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് അത് അതിൻ്റേതായ ഓരോന്നിനും ഓരോ ലെവലുണ്ടല്ലോ, അതിനനുസരിച്ച് സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു 6:15 ആകുമ്പോഴത്തേക്ക് എല്ലാ പരിപാടിയും, ഷോപ്പിലത്തെ ക്ലീനിങ് അടക്കം എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് നോമ്പറക്കാൻ പോകണം. പറഞ്ഞിട്ട് മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഒരു 7:15 ആകുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ കടയിലേക്ക് തന്നെ വരും. എന്നിട്ട് പിന്നെ ഇവിടെ ഒരു 12 മണി 1 മണി വരെ ഇവിടെ തന്നെയാണ് ഇവിടുത്തെ പരിപാടി, കച്ചവടം മൊത്തം ഇത് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. ഒരു 1 മണി 2 മണിയൊക്കെ ആവും. പിന്നെ ഇവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തിയതിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ട് ചിലപ്പം അങ്ങനെ പോയി കിടന്നുറങ്ങും. അതല്ലാണ്ടെങ്കിൽ അത്താഴം വരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത്താഴം കഴിഞ്ഞ് സുബഹിസ്കാരം കഴിഞ്ഞിട്ട് കൂടെ കിടക്കും. കുറച്ച് നേരം കഴിഞ്ഞിട്ട് എണീറ്റതിന് ശേഷം വീണ്ടും ഇതേപോലെ തന്നെ രാവിലെ മാർക്കറ്റിൽ പോകണം, അതുപോലെ ഐസും കാര്യങ്ങളും വരുന്നു, അതൊക്കെ വാങ്ങി വെക്കുന്നു, മാർക്കറ്റിൽ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കട്ട് ചെയ്യുന്നു, അതെല്ലാം ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വീണ്ടും 6:30 ആകുമ്പോഴത്തേക്ക് പരിപാടികൾ തീർത്തിട്ട് വീട്ടിൽ പോയി നോമ്പറക്കണം, മലവിസ്കരിക്കണം, പിന്നെ ഇരിക്കാനാണ് നേരെ കടയിലേക്ക് വരുന്നു. ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ റൊട്ടീൻ എന്ന് പറഞ്ഞത്. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഒരു കണ്ടന്റ് ചെയ്യാനോ ഒരുപാട് കണ്ടന്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വരിയിലേക്ക് കിടക്കുന്നുണ്ട്. പക്ഷെ എഡിറ്റ് ചെയ്യാനും അതുപോലെ പുറത്ത് പോയിട്ട് ഒരു കണ്ടന്റ് ചെയ്യാനുള്ള സമയമൊന്നും ഇപ്പം ഇല്ല. നോമ്പാണ്, കച്ചവടമാണ്, എല്ലതും ആകെ രാത്രിയിലെ സമയം കിട്ടുന്നത്, പകല് ഇതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിന് പറ്റുന്നില്ല. അപ്പോൾ ഏകദേശം ഒരാഴ്ചയുടെ പുറത്തായിട്ട് നമ്മുടെ പേജിൽ ഒരു കണ്ടന്റ് ചെയ്തിട്ട്. ഇതൊക്കെയാണ് കാരണങ്ങൾ കേട്ടോ. എന്തായാലും എന്നെ വിളിച്ചിട്ടില്ല, എന്നോട് മെസ്സേജ് ആക്കിയിട്ടുള്ള എല്ലാവരോടും ഒരുപാട് സ്നേഹം, സന്തോഷം, ഒരുപാട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം നമ്മളെ കാണാതിരിക്കുന്ന സമയത്ത് അന്വേഷിക്കാനൊക്കെ ആളുണ്ടെന്ന് പറയുമ്പം ഒരുപാട് സന്തോഷം, സ്നേഹം കേട്ടോ. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നോമ്പും കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ. നോമ്പ് കഴിഞ്ഞ പെരുന്നാളാണ്, അതും ഉഷാറാവട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരെയാണ്. മാത്രമല്ല ഇപ്പോൾ ഈ ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഞാനൊരു വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഭാവിയിൽ പഴയ പോലെ തന്നെ വീഡിയോയിലും കാര്യങ്ങളുമായിട്ട് വരുന്നതാണ് കേട്ടോ, വരാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. റമദാനിൽ തന്നെ കണ്ടന്റിൽ ചെയ്യാൻ വേണ്ടി അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എനിക്ക് നിങ്ങളെ കാണാതിരിക്കാൻ പറ്റണില്ല. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റാതിരിക്കേണ്ടത് എനിക്ക് അറിഞ്ഞിട്ട്, പക്ഷെ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹമൊക്കെ എനിക്ക് വളരെ വിലപിടിപ്പുള്ളതാണ്. അത് വേണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഉള്ള സമയത്തിനുള്ളിൽ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീഡിയോകൾ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതാണ് കേട്ടോ.